അപ്പോൾ ചേച്ചി ഇതേപോലെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചേച്ചിക്ക് ഇതേ വരുന്ന പുതിയൊരു വിവാദമാണ് ചേച്ചിക്ക് ക്യാൻസർ ആണെന്നും അതേ സംബന്ധിച്ച് ഒരുപാട് ന്യൂസുകൾ പല കമന്റുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ചേച്ചി എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? പല അലിഗേഷൻസും ഇതിനു മുന്നേ ഈ പുറത്ത് വിട്ടവരും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, മെഡിക്കലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരെ പല അലിഗേഷൻസ് ഇതിന് മുന്നേ നിങ്ങൾക്കറിയാലോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ പറ്റി. സോ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അതുകൊണ്ട് പറയാനില്ല. ദയവേദി ഇപ്പൊ എനിക്ക് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് എന്റെ സ്നേഹിക്കുന്നവർ എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വന്ന് പറയും. എനിക്കിത് ഇപ്പൊ പറയാനുള്ളൂ. എന്നിട്ട് എന്തായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വരാൻ? കുറെ പേര് പറഞ്ഞത് ഫേക്കാണ്, കുറെ പേര് പറയുന്നുണ്ട് അവർക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് കുറെ നെഗറ്റീവ് അങ്ങനെ വരുന്ന കുറെ ആൾക്കാർ. എനിക്ക് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു, ഇതിന് മുന്നേ അലിഗേഷൻസിന്റെ ഒരു നിര തന്നെ എനിക്കെതിരെ വന്ന ഒരു വേറെ ഹോസ്പിറ്റലിന്റെ പേരും പറഞ്ഞു ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഞാനും കാണുന്നത്. പിന്നെ ഒന്നേ പറയാനുള്ളൂ, ഇപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിപ്പം എന്നെ അതിനെപ്പറ്റി പറഞ്ഞു. നമുക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ നമ്മൾക്കൊക്കെ നല്ല മനസ്സുള്ളവരാണ്. നമ്മുടെ പ്രാർത്ഥന ഇപ്പൊ ഇത് അറിഞ്ഞാൽ തന്നെ, ഇപ്പൊ അറിഞ്ഞാലും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു രോഗം ഒരു മനുഷ്യനുണ്ടെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ എന്താ ഓർക്കുന്നത്? ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഇത് വരണ്ടേ? എല്ലാവരുടെ മനസ്സിൽ നമ്മൾ എല്ലാവരെ പറ്റി പ്രാർത്ഥനയോടെ ഇരിക്കുക, ഇഷ്ടമായ ചിന്തകൾ വിടുക, എനിക്ക് പറയാനുള്ളത്. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കേൾക്കാൻ തുടങ്ങിയ ഒരു കാര്യമാണ് രേണു സുധിയുടെ ഈ ഒരു വാർത്ത എന്ന് പറയുന്നത്. അതായത് രേണുവിന് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത ഇന്നലെ മുതൽ സ്പ്രെഡ് ആവാൻ തുടങ്ങിയ കാര്യമാണ്. ഇത് ഉള്ളതാണോ കള്ളമാണോ ഇനി വ്യാജം പടച്ചുവിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയതാണോ എന്നൊന്നും തന്നെ ഒരു പിടുത്തവും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ രേണു ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. അപ്പോൾ ആ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടതെന്ന് പറയുന്നത്. ഈ ഒരു പ്രതികരണം കേട്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഈ കേൾക്കുന്ന നിങ്ങൾക്ക് ശരിക്കും എന്താണ് തോന്നിയത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന രേണു എന്താണ് പറയുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പിടുത്തവും ഇല്ല എന്ന് വേണം എടുത്തു പറയാനായിട്ട്. കാരണം രേണുവിന് തന്നെ ഒരു ഇതില്ല എന്താണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച്. എന്തൊക്കെയോ അങ്ങ് പറയുവാണ്. ഇത്രയും വലിയ തോതിലുള്ള ഒരു കാര്യം ഈ ഒരു തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം സ്പ്രെഡായിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതിനെക്കുറിച്ചൊരു കറക്റ്റായിട്ടുള്ള ഒരു ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു ഉത്തരം നൽകേണ്ടത് തീർച്ചയായിട്ടും അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയായിരുന്നു. അത് മാത്രമല്ല, ഇങ്ങനൊരു വാർത്ത സ്പ്രെഡായതിന് പിന്നാലെ പലതരത്തിൽ പല രീതിയിൽ പലരും പലതും പറയുന്നു. അതായത് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും പറയുന്നു, ഇത് ഉടായ്പാണെന്ന് പറയുന്നു, വ്യാജമാണെന്ന് പറയുന്നു. അതേസമയം ഈ ഒരു കാര്യം നമുക്കറിയത്തില്ല ഇത് ഉള്ളതാണോ കള്ളമാണോ എന്നും. അന്ന് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യാത്തവരും ഉണ്ട് ഒരുപാട് പേര്. പിന്നെ ഈ ഇടയായിട്ട് ഇവർക്ക് നല്ല രീതിക്കുള്ള ഒരു നെഗറ്റീവ് ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടൊരു കാര്യം തന്നെയാണ്. കാരണം ഇവർ കാണിച്ചു കൂട്ടുന്നതിന്റെ അങ്ങ് പീക്ക് ലെവൽ വരെ ഇവർ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയും നല്ല രീതിക്കുള്ള ഒരു നെഗറ്റീവ് ഇവർക്ക് നിലവിൽ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടൊരു കാര്യം തന്നെ. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത കൂടി വരുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെഡിക്കൽ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെയായിട്ടും ആരുടെ കയ്യിലും കിട്ടിയിട്ടില്ല. ആർക്കും ഇതിനെക്കുറിച്ച് ഒരു സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ഈ പറയുന്ന രീതിയിൽ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ പറയുന്ന രീതിയിൽ ഇത് ഇങ്ങനെയാണ് സംഭവം എന്നുള്ള തരത്തിൽ ഒരു വ്യക്തി പറയുന്ന അടിസ്ഥാനത്തിലാണ് ഇത് ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ആ വോയിസ് ക്ലിപ്പ് എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് പരുമലയില ട്രീറ്റ്മെന്റിന് ചേർന്ന്. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അന്ന് ചെയ്യുന്ന പരുമല ഹോസ്പിറ്റലിൽ മറ്റേ പരുമല ഹോസ്പിറ്റലില്ലേ, പരുമലയിൽ ആ ഒരു ഹോസ്പിറ്റലല്ലേ പരുമല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല്. അവിടെ അന്വേഷിച്ചാണ് പറ്റി ഇത് ഒറിജിനൽ ഇതാണ്. അത് ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് പലരും പലതരത്തിലുമുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓൺലൈൻ മീഡിയാസിൽ പല രീതിയിലുള്ള പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇവര് എന്താ പറയുക, ഇത് കറക്റ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. മെഡിക്കൽ റിപ്പോർട്ട് വേണമെന്ന് പറയുന്നുണ്ട്. കാരണം ഇത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം ആയതുകൊണ്ടാണ് ഇത്രത്തോളം ഇത് ഇങ്ങനെ സ്പ്രെഡ് ആവാനായിട്ടൊരു കാര്യമെന്ന് പറയുന്നത്. അത് മാത്രമല്ല, രേണുവിനെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള കാര്യങ്ങൾ ഇതിന് മുന്നേ വന്നില്ല. രേണു തന്നെ ഈ വീഡിയോ പറയുന്നത് നമുക്കറിയാം എന്ത് തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് രേണുവിനെ കുറിച്ച് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന വീഡിയോയിൽ തന്നെ രേണു ഒന്നും തന്നെ എന്താ പറയുക ഒരു തരത്തിലും എത്തും പിടിയും കിട്ടാത്ത രീതിയിലൊക്കെയാണ് രേണു ഓരോന്ന് പറയുന്നതെന്ന് പറയുന്നത്. ഇത് സത്യമാണോ അതല്ല ഇത് കള്ളമാണോ എന്നൊന്നും തന്നെ ആർക്കും ഒരു പിടുത്തവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എന്ത് തന്നെ ആയാലും ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ശത്രുക്കൾക്ക് പോലും, അതായത് ഈ ഒരു രോഗം ശരിക്കും പറഞ്ഞാൽ ശത്രുക്കൾക്ക് പോലും വരല്ലേ എന്ന് മാത്രമേ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നുള്ളൂ. ഇനി എന്ത് തന്നെ ആയാലും. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പുറത്തു വന്നത് അതിനി ആരാണോ അത് ഉണ്ടാക്കിയെടുത്തത്, അതിനി റിയൽ ആണോ അത് കള്ളമാണോ എന്നൊന്നും തന്നെ അറിയാതിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇതിനൊരു മറുപടി ക്ലിയർ ആയിട്ട് നൽകേണ്ടത് ശരിക്കും പറഞ്ഞാൽ രേണു തന്നെ ആയിരുന്നു. പക്ഷെ രേണു നൽകിയ മറുപടി എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അതിൽ പോലും ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയതിന് പിന്നാലെയും ഈ പറയുന്ന രേണു എന്താണോ നേരത്തെ കൂട്ടി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതിന്റെ അപ്പുറമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് രേണു ഇപ്പോഴും ഈ പറയുന്ന സോഷ്യൽ മീഡിയാസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതായത് സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് പല രീതിയിൽ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ രേണുവിന്റെ പലതരത്തിലുള്ള ഡാൻസ് വീഡിയോസ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടുന്നത് അതൊക്കെ തന്നെ ഇപ്പോഴും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഈ പറയുന്ന ആൾക്കാർക്ക് ആ ഒരു തരത്തിൽ രേണുവിനോട് ഒരു തരത്തിലുമുള്ള ഒരു ഇത് തോന്നാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്.
ഇവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തി ഒരുമാതിരി ഉൾട്ടയായിട്ടാണ് വരുന്ന കാര്യം എന്ന് പറയുന്നത്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർക്ക് പോലും ഒരുമാതിരി തലഭ്രാന്ത് പിടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് രേണുവിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ന്യൂസ് പുറത്തു വന്നതിന് പിന്നാലെ രേണുവിന്റെ അക്കൗണ്ട് നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന രീതിയിൽ അവരെന്തൊക്കെയാണോ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ഇപ്പോഴും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വിശ്വസിക്കണോ അതല്ല ഇത് കള്ളമാണോ എന്നൊന്നും തന്നെ ആർക്കും ഒരു പിടുത്തവുമില്ല. പിന്നെ എന്തൊക്കെയോ തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ വരുന്നു, പലരും ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു തെളിവില്ലാത്തിടത്തോളം ഇത് വിശ്വസിക്കണമോ വേണ്ടയോ എന്നതിനെ കുറിച്ചുള്ളത് നമ്മുടെ ചോയ്സാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയിൽ നിന്നും മറുപടി കൃത്യമായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മെഡിക്കൽ റിപ്പോർട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ആ ഒരു തരത്തിൽ കാണാനിടയാവണം. അപ്പോൾ ഇതൊന്നും തന്നെ ഇതുവരെയായിട്ടും ആരുടെ കയ്യിലുമില്ല, ആരും കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. ഈ പറയുന്ന രീതിയിൽ ആരോ പറഞ്ഞു കേട്ടു, ഈ ഒരു തരത്തിൽ വാർത്ത സ്പ്രെഡായി. ഇതിന്റെ ഒരു റിയൽ എന്താണോ, ഇതിന്റെ ഒരു പുറമശം എന്താണോ അകമശം എന്താണോ എന്ന് തന്നെ ആർക്കും കൃത്യമായിട്ടൊരു ബോധ്യമില്ല. എന്തായാലും ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഇതൊക്കെ തന്നെ ആർക്കും ശരിക്കും പറഞ്ഞാൽ വരാതിരിക്കട്ടെ.